أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اهتدى بهديهم إلى يوم الدين. പ്രവർത്തകർ, അതിഥികൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് SOS സമസ്ത കേരള സുന്നി യുവജന സംഘം ആയിരക്കണക്കിന് സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലും പുറത്തും നേതൃത്വം നൽകുകയും അതിന്റെ ഗുണഫലങ്ങൾ ജാതിമത വ്യത്യാസമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ആണ്. 60ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ പലതും വാർഡുകൾ ഏറ്റെടുത്ത് നവീകരിക്കുകയും കോഴിക്കോട് കുട്ടനാട് ആശുപത്രി അടക്കം ധാരാളം പരിഷ്കരണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തി പാവപ്പെട്ട രോഗികൾക്കും പ്രയാസപ്പെടുന്ന ജനങ്ങൾക്കും എല്ലാവിധത്തിലുമുള്ള സാന്ത്വന പരിപാടികൾ കേരളത്തിലുടനീളം SOSന്റെ പ്രവർത്തകർ സുന്നി പ്രസ്ഥാനത്തിനുള്ള മുഴുവൻ ജനങ്ങളുടെയും ബഹുജനങ്ങളുടെയും സഹായ സഹകരണത്തോടുകൂടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹത്തായ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന SOS എന്ന സംഘടന സുന്നി പ്രസ്ഥാന കുടുംബങ്ങളിലെ മുഴുവൻ സഹകരണത്തോടുകൂടി ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ ആരാലും പ്രശംസിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഇനിയും സജീവമായി മുന്നേറുകയാണ്. തീവ്രവാദ, ഭീകരവാദ, വർഗീയ പ്രവർത്തനങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളും മലീമസമാകുമ്പോൾ അതിനു പകരം കാരുണ്യസ്പർശത്താൽ സമൂഹത്തിന് സേവനം ചെയ്യുക എന്നതാണ് സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഒരു സാന്ത്വന കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയും SOSന്റെ വിദേശ ഘടകമായ ICFന്റെ പ്രവർത്തകരുടെ സഹകരണത്തോടുകൂടി സ്ഥലം എടുക്കുകയും അവിടെ ഒരു ഉന്നത സ്ഥാപനം തന്നെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയും ഇന്ന് ബഹുവന്യരായ കാന്തപുരം ഉസ്താദിന്റെയും അതുപോലെ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുടെയും മറ്റ് നേതാക്കളുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ ബഹുമാന്യരായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകൾ അതിന് ശിലാസ്ഥാപനം നടത്തുകയുമാണ്. ഈ പരിപാടിയിൽ ധാരാളം സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള നേതാക്കളും മന്ത്രിമാരും
സംഘടനാ നേതാക്കളും സുന്നി പ്രസ്ഥാന സംഘകുടുംബത്തിലെ നിരവധി നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ആദ്യമായി ഒറ്റവാക്കിൽ സ്വാഗതം പറയുകയാണ്. ഈ പരിപാടിയിൽ പ്രാർത്ഥന നടത്തി അനുഗ്രഹിച്ചിട്ടുള്ളത് SMAയുടെ പ്രസിഡന്റും സമസ്ത കേരള സുന്നി യുവജന സംഘം സുപ്രീം കൗൺസിൽ അംഗവുമായ മഅ്ദിൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യദർശി ചെയർമാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവറുകളാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ശൈഖുന കാന്തപുരം AP ഉസ്താദ് അവറുകളാണ്. രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് സംഘടനയ്ക്ക് വേണ്ടി ഹൃദയപൂർവ്വം ആദരവോടെ സ്വാഗതം ചെയ്യും. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കാനെത്തുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അവറുകളെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പ്രതീക്ഷയോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്ന മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വ്യവസായ മന്ത്രി, വ്യവസായ IT വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ശ്രീ VS ശിവകുമാർ ആരോഗ്യമന്ത്രി, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് നേതാക്കൾ എല്ലാവർക്കും സ്വാഗതം പറയും. സാന്ത്വന കേന്ദ്രം ധനസമാഹരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവറുകളാണ്. പദ്ധതി അവതരണം നടത്തുന്നത് PA മുഹമ്മദ് കുഞ്ഞി സഖാഫി SYSന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ സഖാഫി അവറുകളാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. നമ്മുടെ പരിപാടിയിൽ നമ്മെപ്പോലെ ആദ്യമായി എത്തിച്ചേർന്ന മുൻ MP ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ഇനി എത്തിച്ചേരാനിരിക്കുന്ന വിശിഷ്ട സാന്നിധ്യങ്ങളായ K മുരളീധരൻ MLA, V ശിവൻകുട്ടി MLA, ഡോക്ടർ KT ജലീൽ MLA, MA വാഹിദ് MLA, O രാജഗോപാൽ മുൻ കേന്ദ്രമന്ത്രി, PH ഹൈദറൂസ് മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, സയ്യിദ് ത്വാഹ സഖാഫി, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ്, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, N അലി അബ്ദുള്ള, CP സൈദലി മാസ്റ്റർ, മജീദ് കക്കാട്, A മുഹമ്മദ് പറവൂർ, PM മുസ്തഫ മാസ്റ്റർ, A സൈഫുദ്ദീൻ ഹാജി, അബ്ദുൽ റസാഖ് സഖാഫി, അബ്ദുൽ അസീസ് സഖാഫി മമ്പാട്, ICF UAE കമ്മിറ്റി സെക്രട്ടറി, അബ്ദുൽ കരീം ഹാജി മേമുണ്ട, ICF ഖത്തർ കമ്മിറ്റി തുടങ്ങി, നേമം സിദ്ദീഖ് സഖാഫി തുടങ്ങി ഇവിടെ എത്തിയ എല്ലാ നേതാക്കൾക്കും, ഇനി നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് എത്താനുള്ളവർക്ക് ഒറ്റവാക്കിൽ സ്വാഗതം പറയുന്നു. ഇതൊരു വലിയ സംരംഭമാണ്. സാധു ജനങ്ങൾ പ്രത്യേകിച്ചും ഇവിടെ റീജിയണൽ ക്യാൻസർ സെന്ററിലും ശ്രീചിത്ര ആശുപത്രിയിലുമൊക്കെ എത്തി വളരെ പ്രയാസപ്പെടുന്ന രോഗികൾക്കും രോഗികളുടെ കൂടെയുള്ളവർക്കും ഒരു അഭയകേന്ദ്രം എന്ന നിലക്ക് സ്ഥാപിക്കുന്ന ഈ മഹത്തായ സാന്ത്വന കേന്ദ്രത്തിന്റെ പരിപാടികളുമായി എല്ലാവരും ഒരുപോലെ സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും സംഘടനയ്ക്ക് വേണ്ടി, സാധുജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പരിപാടികൾ ജനങ്ങളുടെ ശ്രദ്ധയിലെത്തിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മീഡിയ പത്രപ്രവർത്തകന്മാർക്കും അതുപോലെ മറ്റു നേതാക്കൾക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.